ഇനി വിഷ്ണു സുരേഷ് കൂടിയുണ്ട്. വിഷ്ണു, എയർപോർട്ടിലെ ക്രമീകരണങ്ങൾ എങ്ങനെ, അതിനുശേഷം ഈ നാടുകളിലേക്ക്, അവരുടെ ജന്മനാട്ടുകളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ഗൂഗിൾ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മൃതദേഹങ്ങൾ എത്തുന്ന ഇമ്പോർട്ട് കാർഗോ ടെർമിനലാണ്. ഇങ്ങോട്ടേക്കാണ് ഈ മൃതദേഹം എത്തുക. ഇതിന് തൊട്ടപ്പുറത്താണ് ആംബുലൻസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഇവിടെ പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുക. നിലവിൽ ഇങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചു തുടങ്ങിയിട്ടില്ല. 7 മണിയോടുകൂടിയായിരിക്കും ആ VIP കളെല്ലാം എത്തുക. അതിനുശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശനം നൽകുകയുള്ളൂ. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം 25 ആംബുലൻസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ആംബുലൻസുകളിൽ അതത് സ്ഥലത്തേക്കുള്ള ആംബുലൻസുകൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡയറക്ഷൻ നൽകി പുറത്തേക്ക് ഇറക്കുന്നതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വ്യോമസേനയുടെ വിമാനത്തിലുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. മലയാളികൾക്ക് പുറമെ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹവും ഇന്ന് കൊച്ചിയിൽ എത്തിക്കും. ഇവിടെ നിന്ന് ആംബുലൻസ് മുഖാന്തരം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ലഭ്യമാകുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വ്യോമസേന വിമാനം ഇങ്ങോട്ടേക്ക് എത്തും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയ ശേഷം 8:30 കൂടിയായിരിക്കും മൃതദേഹം പൊതുദർശനത്തിനായി ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് എത്തിക്കുക. ഗൂഗിൾ 8:30 കൂടിയായിരിക്കും കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പ്രവാസികളുടെ മൃതദേഹവുമായുള്ള വിമാനം എത്തിച്ചേരുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത ബീജി കൂടിയുണ്ട്. വിനീത, ഏതാണ്ട് രാഷ്ട്രീയ കേരളത്തിലെ ഒരു പരിച്ഛേദം തന്നെ അവിടെ ഉണ്ട് എന്ന് പറയാം. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരടക്കം അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അടക്കം മുടങ്ങുകയും ചെയ്തൊരു സാഹചര്യവും ഉണ്ടല്ലോ. തീർച്ചയായും ഗോകുൽ, ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എയർപോർട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ മന്ത്രി കെ രാജനും റോഷി അഗസ്റ്റിനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആലുവ റൂറൽ SP എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത് പോലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും, അതായത് ഈ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസിന് പൈലറ്റ് പോകുന്നതിനും മറ്റുമായി എത്തിയിരിക്കുന്ന പോലീസ് വാഹനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആലുവ റൂറൽ SP ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും മറ്റുമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ഇവിടെ ചേരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആംബുലൻസുകളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ, ഈ ആംബുലൻസുകളിൽ ഓരോ ഇടങ്ങളിലേക്കും, അവരുടെ ജന്മനാടുകളിലേക്കൊക്കെ മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ അതിനെ പിന്തുടർന്ന പോലീസ് വാഹനവും പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ സമയം 5:10 കുവൈറ്റിൽ നിന്നുള്ള വ്യോമസേനയുടെ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 8:30 നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മലയാളികൾക്കൊപ്പം തന്നെ അവിടെ മരിച്ച മറ്റ് സ്വദേശികളുടെ മൃതദേഹങ്ങൾ കൂടി ഒരുപക്ഷെ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം. അതിനുശേഷമായിരിക്കും ആ മൃതദേഹങ്ങൾ ഇവിടെ ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 23 പേരുടെ മൃതദേഹങ്ങളാണ്, മലയാളികളുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക. ഈ ആംബുലൻസുകളിൽ അവരവരുടെ ജന്മ നാടുകളിലേക്കായിരിക്കും പിന്നീട് ആ മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മന്ത്രിസഭാ യോഗം അടിയന്തരമായി തന്നെ ചേർന്നിരുന്നു. അതിനുശേഷം ഈ സ്ഥിതിഗതികൾ എങ്ങനെ വിലയിരുത്തണം, ഈ മറ്റ് തുടർ നടപടികൾ എങ്ങനെ ഏകോപിപ്പിക്കണമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ കേന്ദ്രാനുമതി ലഭ്യമാകാത്തതിനെ തുടർന്ന് ആ യാത്ര അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും മന്ത്രിമാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിക്കും. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ VIP ലോഞ്ചിന് സമീപമുള്ള ആ കാർഗോയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ ഈ ആംബുലൻസുകൾ പോകുന്ന ഭാഗത്തേക്കുള്ള ഗതാഗത ക്രമീകരണം, ഇങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആലുവ റൂറൽ SPയുടെ നേതൃത്വത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരല്പസമയം ഒരുപക്ഷെ ഈ വിമാനത്താവളത്തിൽ ഒരു പൊതുദർശനം എന്ന തരത്തിൽ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അവിടെ വെച്ചായിരിക്കും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ഈ ബോഡി ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ 23 പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോവുക. ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസുകളൊക്കെ ഈ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ഇടങ്ങളിലേക്കുള്ള ആംബുലൻസുകൾ പോകുമ്പോഴും ഒപ്പം ആ മേഖലകളിലേക്കുള്ള പോലീസ് വാഹനവും പിന്തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ ഇടങ്ങളിൽ എറണാകുളത്ത് നിന്നുള്ള പോലീസ് വാഹനങ്ങൾ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള പോലീസ് വാഹനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മേഖലകളെയും ഓരോ വകുപ്പുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഉദ്യോഗ തലത്തിൽ എടുത്തിട്ടുള്ളത്. 8:30 ഇവിടേക്ക് മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ വിമാനം എത്തുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 9-9:30 ആയിരിക്കും ആ മൃതദേഹങ്ങൾ കാർഗോയിലേക്ക് എത്തിക്കുക. ഇവരുടെ ബന്ധുക്കൾ എറണാകുളത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഇരിക്കുന്നതിനും മറ്റുമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഗൂഗിൾ ശരി, വിനീത വിജിയും ശ്യാംകുമാറും വിഷ്ണു സുരേഷുമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇതിപ്പോൾ കുവൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്ന് പ്രത്യേക വ്യോമസേന വിമാനം പുറപ്പെടുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ. ഇത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും അവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്.